ഓണ സെലിബ്രേഷൻ ആണ് ഇന്ന്. ഇത് നമ്മളെ രാത്തു രാശി. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ബാക്കിയാണോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഒരു ഓണം കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുടുംബകം എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്, സൗഹൃദ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടുത്തെ ഓണ സെലിബ്രേഷൻ ആണ് ഇന്ന്, കന്നി 5. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. സ്കൂളിൽ വെച്ചാണ് ഓണ പ്രോഗ്രാം. മോനോട്ടിന് ഞാനും എത്തി. അമ്മ പറയേ വരുന്നുണ്ട്. അമ്മയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറയേ വരുന്നുണ്ട്. എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ ഉടുത്തൊക്കെയാണ് വന്നത്. ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവസാനം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം ഊരിപ്പറക്കി കയ്യിൽ പിടിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഞാനും മോനോട്ടിനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് സലൂണിലോട്ട് പോയില്ല, ഫുൾ ഡേ ലീവ് എടുത്തു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ഓണാഘോഷവും ഇപ്പോഴുള്ള ഓണാഘോഷവുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോഴൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് ഓണത്തിൻ്റെ ആ ഒരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടൊരു ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓണക്കളികളും പാട്ടും മേളവും ഒക്കെ ഒരു നൊസ്റ്റാൾജിയ തോന്നുമല്ലോ എന്ന് വിചാരിച്ചാണ് ഫുൾ ഡേ ലീവ് എടുത്തത്. വർഷങ്ങളായിട്ട് 10-23 വർഷങ്ങളായി ഇങ്ങനൊരു സൗഹൃദ കൂട്ടായ്മ നമ്മുടെ വെഞ്ഞാറമ്മൂട് രൂപീകരിച്ച് തുടങ്ങിയിട്ട്. ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഈ ഒരു ഓണാഘോഷ പരിപാടി മാത്രമല്ല കേട്ടോ, വർഷാവർഷം ഈ പറയും പോലെ ചെറിയ രീതിയിലുള്ളൊരു ദൂരയാത്ര, പിന്നെ അതുകൂടാതെ തന്നെ മാസാമാസം ഏതെങ്കിലും ഒരാളുടെ വീട്ടിലൊരു ഒത്തുചേരലുണ്ടാവും, മീറ്റിംഗ് പോലെ. അതുകൂടാതെ തന്നെ അവിടെ ഫുഡ് ഈ പറയുമ്പോൾ ആ വീടുകളിൽ എന്താണോ വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും ചക്കക്കുരുവും ഒരു കാന്താരി ചമ്മന്തി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പച്ചയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവളാ കണ്ടില്ല. പോവാ. ഇല്ലുമിനാറ്റി. രാത്രി എന്നാ വന്നത്? ഇട്ടോട്. ഡാർക്ക് ഫാന്റസി കഴിക്കൂലേ? അങ്ങനെ വരട്ടെ. ഇവളാരുടെയും വീട്ടിലിട്ട് വളർത്തുന്നൊന്നുമല്ല. ഇവളുടെ സ്റ്റോറി കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൗതുകമാണ് വന്നത്. അവള് വെഞ്ഞാറമ്മൂട് ബ്ലോക്ക് ഓഫീസിന്റെ പരിസരത്ത് വളർന്ന നായ്ക്കുട്ടിയാണ്. ഒരുപാട് പേര് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. എല്ലാവർക്കും വലിയ കാര്യമാണ്, ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ തന്നെ രാത്രി 10 മണിക്ക് ശേഷം ആരെങ്കിലും ആ പരിസരത്തൂടെ പോയി കഴിഞ്ഞാൽ, വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണെന്നാണ് പറഞ്ഞത്. ആർക്കും 10 മണിക്ക് ശേഷം ആ പരിസരത്തൂടെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇത് സന്തോഷണ്ണന്റെ മക്കളാണ്. മിക്ക പേർക്കും ഇവരെ 2 പേരെ അറിയാമായിരിക്കും, കാരണം ചാനലിലും മറ്റും വന്നിട്ടുണ്ട്. മൂത്ത ആളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. രാശി. നമ്മളെ രാത്തുവിനെ ഏകദേശം എല്ലാവർക്കും അറിയാം, രാശി ഏകദേശം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു സ്റ്റാർട്ടർ ട്രബിൾ പോലെ. രാത്തുവിൻ്റെ ഒഫീഷ്യൽ നെയിം അവനി എന്നാണ്. രാശിയുടെ ഒഫീഷ്യൽ നെയിം വേദെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. രാത്തു മിക്ക ഷോസിലും ഉണ്ട്, ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. രാത്തു സൂപ്പറായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. സ്റ്റേജ് ഷോസിലും ഒരുപാട് ഷോസിലൊക്കെ, ദുബായിലൊക്കെ ഒരുപാട് ഷോസിലൊക്കെ രാത്തു പാടാറുണ്ട്. ഏട്ടൻ ദുബായിൽ നിന്ന സമയത്തൊക്കെ പോയി കാണാറുണ്ട് രാത്തുവിൻ്റെ പ്രോഗ്രാം. അതുകൂടാതെ തന്നെ രാത്തു ഒരു ക്യാൻസർ സർവേയർ കൂടിയാണ് കേട്ടോ. ചെറിയൊരു നിയമം, അവള് പെൺകുട്ടി എന്ന് പറയുമ്പോൾ മീനാറ്റി ഫസ്റ്റ്.
വാ എല്ലാവരും വാ. ആദ്യമേ അങ്ങനെ പറഞ്ഞാൽ മതി വന്നാൽ മതി കസേര നമുക്ക് അതിനനുസരിച്ച് ഇടാം. ഓടി നോക്കാം. ആദ്യം തന്നെ നടത്തിയ ഓണ പ്രോഗ്രാം എന്ന് പറയുന്നത് കസേരക്കറക്കമായിരുന്നു. ഒരുപാട് നാൾക്ക് മുമ്പാണ് ഞാൻ കസേരക്കറക്കം കളിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 10-ലോ +1 അല്ല 7-8 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ കസേരക്കറക്കമൊക്കെ. അതായത് ഈ കുഞ്ഞിലെ നമ്മളെ നാട്ടിലൊക്കെ ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്തുള്ള അമ്പലത്തിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഓണക്കളികൾ വെക്കൂലേ, അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളികൾ കളിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു പ്രോഗ്രാമിന് ഈ പറയും പോലെ ഞാൻ നിന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ലേശം ഇല്ലായിരുന്നു. പക്ഷേ പണ്ടും ഏട്ടനും ഞാനും സ്നേഹിച്ചിരുന്ന സമയത്തൊക്കെ ഏട്ടൻ പറയുമായിരുന്നു കുടുംബത്തിന് ഓണ പ്രോഗ്രാമിന് പോണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഏട്ടനും അമ്മയൊക്കെ അതിലുണ്ട് ഓണം പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അങ്ങ് കൗതുകം വരുന്നു. അയ്യോ എനിക്കിവിടെ പോകാൻ പറ്റിയില്ലല്ലോ. ഏട്ടൻ പോയിട്ട് വന്നിട്ട് എന്നെ രാത്രി വിളിച്ചിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എന്നോട് പറയും ഇനിയിപ്പോൾ ഞാനും വരും നോക്കിക്കോ എന്നൊക്കെ പറയുമായിരുന്നു കല്യാണത്തിന് ശേഷം. പക്ഷേ ഞാൻ ഇതുവരെ ഓണ പ്രോഗ്രാമിന് പോയിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പോൾ അത് മനഃപൂർവ്വം പോയത് തന്നെയാണ്. അപ്പോൾ ഞാനും കയറി കസേരക്കറക്കത്തിന് കേട്ടോ. ഞാൻ ഈ കസേരക്കറക്കത്തിന് കയറിയ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് അമ്മേരയിലാണ് ഏൽപ്പിച്ചത്. പക്ഷേ അമ്മ ഈ കളിയും ചിരിയും ബഹളത്തിനിടയിൽ വീഡിയോ എങ്ങനെയാണ് എന്നുള്ള കാര്യം അമ്മ അങ്ങ് മറന്നുപോയി കേട്ടോ. എന്നാലും വീഡിയോ എടുത്തു. സീറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കസേരക്കളിയിൽ തോറ്റ് തുന്നാൻ പാടി വന്ന സമയത്ത് മോനോട്ട് ആ മൂലയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ എന്തിനാ കരയുന്നത്, അത് അമ്മ തോറ്റു പോയോണ്ടാണെന്ന്. സംഗതി അവന് വിഷമമായിട്ടാണ് എന്തിനാണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ പറയേടാ അതിനെന്ത്. അപ്പോൾ അവ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങ് മാറി കേട്ടോ. പക്ഷെ എന്തിനാണ് കരഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവാനില്ല. അമ്മ വീണെന്ന് കരുതിയിട്ട് എങ്ങനെയാണോ എന്തോ, വീണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ കുടുംബകം എന്നുള്ള പരിപാടിയിൽ ഒന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഏത് ഏജ് ഗ്രൂപ്പും ഈ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കും. ഏതൊരു പ്രോഗ്രാമിലാണെങ്കിലും എല്ലാവരും പങ്കെടുക്കും. ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ കയറി വന്ന് അതിപ്പോൾ ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ സൂപ്പറാണ് കേട്ടോ. പിന്നെ സുധീറാക്ക മെയിനായിരുന്നു. സുധീറാക്കയ്ക്ക് എല്ലാവരും ചിരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മളെ പറഞ്ഞങ്ങ് ചിരിപ്പിക്കും. പിന്നെ കുറേ പേരെ തగ్గടിച്ച് അങ്ങ് വീഴ്ത്തിക്കളയും കേട്ടോ. എന്നെയൊക്കെ അവിടെ ഇട്ട് കരിച്ചെന്ന് വേണം പറയാൻ. പിന്നെ അതുപോലെ തന്നെ മുനീറ ചേച്ചി, താഹിറ ചേച്ചി ഇവരൊക്കെ സൂപ്പറായിരുന്നു. ഇവരൊക്കെ ഒരേ ഫാമിലിയാണ്. അത് കൂടാതെ തന്നെ നമ്മളെല്ലാം ഒരേ ഫാമിലിയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെ ആ ഒരു ഗ്യാങ്ങും അതിൻ്റെ ഇടയിൽ അതൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി എന്നോണം പറയാം. ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നന്നായിട്ട് ഞാൻ ചിരിക്കുന്നത്. കാരണം ചെറിയൊരു ചിരി ആരെങ്കിലും കാണുമ്പോൾ പുഞ്ചിരി അത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ കുടുംബത്തിൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കവിള് രണ്ടും ഭയങ്കര വേദനയും കാര്യങ്ങളായിരുന്നു. സന്തോഷം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. ഇതാണ് മുനീറ ചേച്ചി, താഹിറ ചേച്ചിയുടെ സിസ്റ്റർ. താഹിറ ചേച്ചി ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. താഹിറ ചേച്ചി ആയിരുന്നു ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇതിനിടയിൽ കുറേ പേര് വന്ന് പറയും നമ്മൾ ലേഡീസ് നല്ല സൂപ്പറായിട്ടാണ് കളിച്ചത്, ജെൻസ് ഭയങ്കര അലിമ്പായിട്ടാണ് കളിക്കുന്നത്, വരയ്ക്ക് ഇപ്പുറത്ത് വേണം കളിക്കാനും. ഈ നിൽക്കുന്നതാണ് കേട്ടോ താഹിറ ചേച്ചി. വരയ്ക്ക് ഇപ്പുറത്ത് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കളിക്കണം പറഞ്ഞിട്ട് കുറച്ചൊക്കെ അലിമ്പൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അലിമ്പ് കാണിക്കുന്നതല്ല, അത് ആ ഒരു സ്പിരിറ്റിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കസേര കറക്കത്തിന് ഗബ്ബ് അടിച്ചുകൊണ്ട് പോയത് മുനീറ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ആ ഒരു ബ്ലൂ കളർ കരിനീല കളർ ഷർട്ടില്ലേ ആ ചേട്ടനാണ്, ആ ഷർട്ടിട്ട ചേട്ടനാണ്. ഇതിനിടയ്ക്ക് ഷോപ്പിൽ നിന്ന് വിളി വരുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഷോപ്പിൽ നല്ല തിരക്കാണെങ്കിൽ, ഇതൊരു സാറ്റർഡേ കൂടി ആയിരുന്നു, അപ്പോൾ നല്ല തിരക്കാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലൊക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ഗെയിം സൂചിയിൽ നൂല് ഒരുക്കുക എന്നതായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് കേട്ടോ. ഞാൻ അങ്ങനെ അന്തം വിട്ട് ഓടി ജയിച്ച് ഒന്നിനെങ്കിലും കപ്പടിച്ചു. പാതിരാത്രി അതാണ് അവസ്ഥ. സംഭവം പറഞ്ഞാലേ പോലെ നമുക്ക്
സുധീറാക്കയാണ് ദാണ്ട ഈ പൂവിൽ വട്ടി, അതായത് ചെറിയ രീതിയിൽ ഓല ഇങ്ങനെ നെയ്തെടുത്ത് വട്ടി ചെയ്തുണ്ടാക്കിയതും ഇങ്ങനെ ഈ സൈഡിൽ ഇതേപോലെ മെനങ്ങി ചെയ്തതെല്ലാം സുധീറാക്കയുടെ പരിപാടിയാണ്. അപ്പോൾ അതെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അവിടെ ആ മീറ്റിങ്ങിലായാലും പ്രസംഗിക്കുന്ന സമയമാണെങ്കിലും എല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിഞ്ഞൂടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പരിസരത്തോട്ട് പോലും പോകത്തില്ല. നമുക്കറിയാമെങ്കിൽ കൂടി തന്നെ ഇനിയിപ്പോൾ ചെയ്യുന്നു വേണ്ട എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടാ എത്രയെങ്കിലും മണിക്കൂർ ഇരുന്ന് ചെയ്ത പരിപാടിയാണ് കേട്ടോ അത്. ഔട്ടാവുണ്ടോ? വന്നോ കൂടെ നിന്ന് കളിച്ചോ. നമ്മൾ അവർ രണ്ടുപേരെ മാത്രം കൂട്ടിയിട്ടില്ലേ. 1 0 0 0 0 0 0 2 2 2 0 2 ലാഗിടരുത്, ലാഗിട്ട് ഔട്ടാണേ. 0 മോനോട്ടിനെ അങ്ങനെ ഞാൻ ഒരു ഗെയിമിന് കയറ്റി. സാധാരണ അവൻ അങ്ങനെ കയറാൻ മടി കാണിക്കും. കുറച്ചും കൂടെ നന്നായിട്ട് മിങ്കിളായിട്ട് വരുമ്പോഴേ അവൻ കയറത്തുള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഗെയിമിന് കയറ്റി കേട്ടോ. ഈ ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പായസ മത്സരത്തിൻ്റെ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പായസ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. വിധി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് പായസം കൊള്ളാം? ഉഷസ് പരമേശ്വരൻ. ഇങ്ങനെയാണ് സമ്മാനം ഇവിടെ ഉള്ള ജഡ്ജിമാരുടെ ഒരു രൂപത്തിൽ പറയുന്നത്. ഇവർക്ക് സമ്മാനം ഇപ്പോൾ തന്നെ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒന്നാമത്തെ ജഡ്ജായ മധുസാറിനെ ക്ഷണിക്കുന്നു. ക്യാരറ്റ് ഇട്ടിരുന്ന പായസം, ക്യാരറ്റ് നിറയാണ്. സമ്മാനം എല്ലാം കൂടി ഒത്തു കൊടുക്കാമെന്നാണ്. ഒത്തു കൊടുക്കാം, എല്ലാം കൂടി ഒത്തു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട. രണ്ട് പായസം ഞാനാണ് കുടിച്ചത്, മോനോടെ കുടിച്ചില്ല. എൻ്റെ വേറെ ഇത്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഇനി ഇവിടെ ഉള്ളത് പെൺകുട്ടികളുടെ ചെറിയ രീതിയിലുള്ള കൈകൊട്ടിക്കളിയും കണ്ടെയാണ് കേട്ടോ. തിരുവാതിരക്കളിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് താഹിറേച്ചി പറഞ്ഞ അല്ലടി കൈകൊട്ടിക്കളിയാണെന്ന്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ലേ ചേച്ചി, എനിക്ക് നേരെ ചെയ്ത് ഡാൻസ് കളിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാനില്ല, നിങ്ങൾക്ക് വെറുതെ എന്തിനാണ് കോവില് കിട്ടണതെന്ന് പറഞ്ഞ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഈ ഒരു ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എന്താണ്, കോളേജ് ടൈമിൽ ചേച്ചി ഡാൻസ് കളിക്കുന്ന ആ ഒരു എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ ചേച്ചി ഡാൻസ് കളിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചേച്ചി നന്നായിട്ട് ചേച്ചി ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ചേച്ചിയുടെ ഏജിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ നല്ല ഏജുള്ള ആൾക്കാർ ഡാൻസ് കളിക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കും. ഈ ചേച്ചിയെ തന്നെ ശ്രദ്ധിക്കാൻ കാരണം ഈ ചേച്ചിയുടെ ഈ പ്രായത്തിൽ ചേച്ചി ഇത്രയും നന്നായിട്ട് കളിക്കും. ക്യാരറ്റും ചവോരിയും കൂടെ. പിന്നെ ഇവിടെ ഓണസദ്യയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര കാറ്റായിരുന്നു. ഇനി ഓപ്പോസിറ്റ് ഇരുന്നാലും എനിക്ക് തോന്നുന്നു ഇതേപോലെയൊക്കെ ആയിരിക്കും കാറ്റ് വരുന്നത്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. മോനൂട്ടൻ്റെ ഇലയിലിരുന്ന കറികൾ അത്രയും മോനൂട്ടൻ്റെ ഡ്രസ്സിൽ വന്ന് പറ്റി അങ്ങ് ഇരുന്നു. ഇഞ്ചിക്കറിയൊക്കെ അതേപടി വന്ന് പറ്റിയിരുന്നു. പിന്നെ അതേപോലെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഉടനെ വീട്ടിൽ പോയി കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ പോകില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനും കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സംസാരിക്കുന്ന വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു പോകും പിള്ളേരെ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഒരു നിജസത്യം പറഞ്ഞു തരാം, ഞാൻ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീഴും, പിന്നെ എനിക്ക് കിടന്ന് ഉറങ്ങണം. അതങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു, ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് സത്യം പറയുകയാണെങ്കിൽ മത്തായിപ്പോയി. കാരണം പായസം ഒരു 1 2 3 പായസം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല മധുരമായിരുന്നു കേട്ടോ.
പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട പായസം, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പായസം എന്ന് പറയുന്നത് നമ്മുടെ പായസ മത്സരത്തിനുണ്ടായിരുന്ന പായസമായിരുന്നു. ചക്കപ്പായസവും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള പായസം, അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മധുരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഇച്ചിരി മധുരം കൂടുതലുള്ളത് എനിക്ക് തോന്നി. പിന്നെ അമ്മ പറഞ്ഞു, ഇടിയാ നീ നമ്മൾ പായസത്തിൽ ഒരുപാട് മധുരം ഇടാത്തതുകൊണ്ട് നിനക്ക് തോന്നണതാണ്, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചിട്ട് നമ്മൾ താഴെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടി, ബിയർ കുപ്പിയാണ് അവിടെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെള്ളം നിറയ്ക്കുന്ന പരിപാടി. അപ്പോൾ ഈ മോളാണ് ജയിച്ചത്. അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം തോന്നി. ആള് കുഞ്ഞാളാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ വെള്ളം എത്രത്തോളം മാക്സിമം കൊള്ളണം, അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതിൽ വെള്ളം കൊണ്ട് കുപ്പിയിൽ ഒരു ശകലം പോലും പുറത്ത് പോവാതെ ഒഴിക്കണം. പക്ഷെ പോയാലും ഈ പറയും പോലെ ഒരുപാട് ടൈം എടുക്കും. അപ്പം ഞാനും ഇതേ ത്രില്ലിൽ നിന്ന് ഞാനും പിന്നെ ഉറിയടിയായിരുന്നു. ഉറിയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറി ഇങ്ങനെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഉറിയടിയായിരുന്നു. പക്ഷേ ആർക്കും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിക്ക്, ഈ ചേച്ചിക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഷോളിൽ നിന്ന് ശകലമെങ്കിലും നമുക്ക് കണ്ണ് കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താണ് താഴോട്ട് നോക്കി മൂക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിച്ചൊക്കെ ഞാൻ പോയി കേട്ടോ. പക്ഷേ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, ഫുൾ ഇരുട്ടായിരുന്നു. ഇവർ കറക്കിയും കൂടെ വിടുമ്പോഴത്തേക്ക് ഏത് ദിശയാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കറക്റ്റ് 1 2 3 4 5 അടി മുന്നോട്ടാണ് നോക്കി വെച്ചിട്ട് പോയത്. പക്ഷേ എല്ലാം പാഴായിരുന്നു കേട്ടോ. ഉറിയടിക്കാൻ വേണ്ടി പോയ ഞാൻ ആരുടെയെങ്കിലും മണ്ടക്കടി ആയി പോയേനെ. മോനോണ്ടനെ കടന്ന് ചിരിച്ച് തള്ളുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ടല്ല അമ്മ അങ്ങോട്ടെന്ന്. പക്ഷെ എനിക്കൊന്നും കേട്ടുകൂടാ, എനിക്കൊന്നും കേൾക്കാൻ വയ്യായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാൻ വയ്യ. ഞാൻ എന്തോരം മണ്ടത്തരമാണ് കാണിച്ചത്. കുറച്ചുകൂടി നേരെ പിടിച്ച് വന്നുകൂടായിരുന്നു ഞാൻ. എന്നിട്ട് ഇവിടം വെച്ചിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയി. അമ്മ മീൻകറി വയ്ക്കാൻ പോയണോ ഈ ചട്ടിയിൽ? കുടുംബത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി തീർന്നിരിക്കുകയാണ്. ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, വാങ്ങിക്കാൻ പറ്റില്ല, പിന്നീട് വാങ്ങിക്കണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള.